സ്വതന്ത്ര ഖാലിസ്ഥാനു വേണ്ടി ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ വൻ സമരങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നു. ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി ഭിന്ദ്രൻവാലയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു. ഭിന്ദ്രൻവാല സുവർണക്ഷേത്രം കൈയടക്കിയിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന യുദ്ധത്തിലൂടെ ആ സുവർണക്ഷേത്രം തിരിച്ചുപിടിച്ചു. ഭിന്ദ്രൻവാല കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ പരിണതഫലം ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴിതാ മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ചിദംബരം പറയുന്നു ഇന്ദിരാഗാന്ധിയുടെ ആ നടപടി തെറ്റായിപ്പോയി എന്ന്. ശരിയാണ്. ഭിന്ദ്രൻവാല സിഖ് രാഷ്ട്രത്തിന് വേണ്ടി വാദമുന്നയിച്ചത് പണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദമുന്നയിച്ച മുഹമ്മദ് അലി ജിന്നയുടെ മുൻപിൽ മുട്ടുമടക്കി ഇന്ത്യയെ മുറിച്ചു കൊടുത്ത ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഭിന്ദ്രൻവാലയും ആ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നത്. പക്ഷേ നിഷ്ഠൂരമായി നേരിട്ടു. അതിൻ്റെ തക്കതായ ഫലവും കിട്ടി. ബോംബെ ആക്രമണത്തിന് നമുക്കറിയാം ഏതാണ്ട് 100-125 ആൾക്കാർ പാകിസ്ഥാൻ്റെ തീവ്രവാദികളുടെ വെടിയേറ്റ് മരണപ്പെട്ടു. അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് തയ്യാറായില്ല. കാരണം ഇപ്പോഴാണ് വ്യക്തമായത്. ചിദംബരം പറയുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വിരട്ട് വന്നു, ഒന്നും ചെയ്തു പോകരുത്, അടങ്ങിയിരുന്നു കൊള്ളണം, പാകിസ്ഥാനെതിരെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും. അത് കേട്ട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ യാതൊരു തിരിച്ചടിക്കും തയ്യാറായില്ല. 2025 പഹൽഗാം ആക്രമണത്തിനെതിരെ അതിശക്തമായ നടപടി ഈ രാഷ്ട്രം സ്വീകരിച്ചു. പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തീവ്രവാദികളെ ചുട്ടരിച്ചു. ഒരു യുദ്ധം തന്നെ നടന്നു. പക്ഷേ സിവിലിയൻസിനെ കൊല്ലാൻ ഭാരതം തയ്യാറായില്ല. തീവ്രവാദികളെ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തതോടുകൂടി ആ നടപടി നിർത്തിവെച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി അന്ന് അദ്ദേഹം പറഞ്ഞത് മോദിജി സറണ്ടേഡ്. ഹൂ സറണ്ടേഡ്? ആരാ സറണ്ടർ ചെയ്തത്? കോൺഗ്രസ് അല്ലേ സറണ്ടർ ചെയ്തത്. ഏതായാലും കള്ളവും കാപട്യവും അധികകാലം ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല. അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.